ശമൂവേലിന്റെ 1-ാം പുസ്തകം 24-ാം അധ്യായം. ശൗൽ ഫെലിസ്ത്യരെ ഓടിച്ചു കളഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ ദാവീദ് ഏൻഗദി മരുഭൂമിയിലുണ്ടെന്ന് അവൻ അറിവ് കിട്ടി. അപ്പോൾ ശൗൽ എല്ലാ ഇസ്രായേലിൽ നിന്നും തിരഞ്ഞെടുത്തിരുന്ന 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അവന്റെ ആളുകളെയും തിരയുവാൻ കാട്ടാട്ടിൻ പാറകളിൽ ചെന്നു. അവൻ വഴിയരികെയുള്ള ആട്ടിൻ തൊഴുത്തിങ്കൽ എത്തി. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. ശൗൽ കാൽമടക്കിന് അതിൽ കടന്നു. എന്നാൽ ദാവീദും അവന്റെ ആളുകളും ഗുഹയുടെ ഉള്ളിൽ പാർത്തിരുന്നു. ദാവീദിന്റെ ആളുകൾ അവനോട്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാം എന്ന് യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ശൗലിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ശൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിന് മനസ്സാക്ഷി കുത്തി തുടങ്ങി. അവൻ തന്റെ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എൻ്റെ യജമാനന്റെ നേരെ കൈയെടുക്കുന്നതായി ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ. അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് തൻ്റെ ആളുകളെ ശാസിച്ച് അമർത്തി. ശൗലിനെ ദ്രോഹിപ്പാൻ അവരെ അനുവദിച്ചതുമില്ല. ശൗൽ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ വഴിക്ക് പോയി. ദാവീദും എഴുന്നേറ്റ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ശൗലിനോട്, എൻ്റെ യജമാനായ രാജാവേ എന്ന് വിളിച്ചു പറഞ്ഞു. ശൗൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് ശൗലിനോട് പറഞ്ഞതെന്തെന്നാൽ, ദാവീദ് നിനക്ക് ദോഷം വിചാരിക്കുന്നു എന്ന് പറയുന്നവരുടെ വാക്ക് നീ കേൾക്കുന്നത് എന്ത്? യഹോവ ഇന്ന് ഗുഹയിൽ വെച്ച് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു എന്ന് നിന്റെ കണ്ണാലെ കാണുന്നുവല്ലോ. നിന്നെ കൊല്ലുവാൻ ചിലർ പറഞ്ഞെങ്കിലും ഞാൻ ചെയ്തില്ല. എൻ്റെ യജമാനൻ്റെ നേരെ ഞാൻ കൈയെടുക്കുകയില്ല. അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പിതാവേ, എൻ്റെ കയ്യിൽ നിന്റെ മേലങ്കിയുടെ അറ്റം ഇതാ കാണുക. നിന്റെ മേലങ്കിയുടെ അറ്റം ഞാൻ മുറിക്കുകയും നിന്നെ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ എൻ്റെ കയ്യിൽ ദോഷവും ദ്രോഹവുമില്ല. ഞാൻ നിന്നോട് പാപം ചെയ്തിട്ടുമില്ല എന്ന് കണ്ടറിഞ്ഞുകൊള്ളുക. നീയോ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ തേടി നടക്കുന്നു. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ. യഹോവ എനിക്ക് വേണ്ടി നിന്നോട് പ്രതികാരം ചെയ്യട്ടെ. എന്നാൽ എൻ്റെ കൈ നിന്റെ മേൽ വീഴുകയില്ല. ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നു എന്നല്ലോ പഴഞ്ചൊല്ല് പറയുന്നത്. എന്നാൽ എൻ്റെ കൈ നിന്റെ മേൽ വീഴുകയില്ല. ആരെ തേടിയാകുന്നു ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്? ആരെയാകുന്നു പിന്തുടരുന്നത്? ഒരു ചത്ത നായയെ, ഒരു ചെള്ളിനെയല്ലയോ? ആകയാൽ യഹോവ ന്യായാധിപനായി എനിക്ക് നിനക്കും മധ്യേ ന്യായം വിധിക്കുകയും എൻ്റെ കാര്യം നോക്കി വ്യവഹരിച്ച് എന്നെ നിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുമാറാകട്ടെ. ദാവീദ് ശൗലിനോട് ഈ വാക്കുകൾ സംസാരിച്ചു തീർന്ന ശേഷം ശൗൽ, എൻ്റെ മകനെ ദാവീദേ, ഇത് നിന്റെ ശബ്ദമോ എന്ന് ചോദിച്ച് പൊട്ടിക്കരഞ്ഞു. പിന്നെ അവൻ ദാവീദിനോട് പറഞ്ഞത്, നീ എന്നേക്കാൾ നീതിമാൻ. ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു. യഹോവ എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചാറയും നീ എന്നെ കൊല്ലാതെ വിട്ടതിനാൽ നീ എനിക്ക് ഗുണം ചെയ്തതായി ഇന്ന് കാണിച്ചിരിക്കുന്നു. ശത്രുവിനെ കണ്ടുകിട്ടിയാൽ ആരെങ്കിലും അവനെ വെറുതെ വിട്ടയക്കുമോ? നീ ഇന്ന് എനിക്ക് ചെയ്തതിന് യഹോവ നിനക്ക് നന്മ പകരം ചെയ്യട്ടെ. എന്നാൽ നീ രാജാവാകും, ഇസ്രായേൽ രാജ്യത്ത് നിന്റെ കയ്യിൽ സ്ഥിരമാകും എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ നീ എൻ്റെ ശേഷം എൻ്റെ സന്തതിയെ നിർമൂലമാക്കി എൻ്റെ പേർ എൻ്റെ പിതൃഭവനത്തിൽ നിന്നും മായ്ച്ചു കളയുകയില്ല എന്ന് യഹോവയുടെ നാമത്തിൽ ഇപ്പോൾ എന്നോട് സത്യം ചെയ്യണം. അങ്ങനെ ദാവീദ് ശൗലിനോട് സത്യം ചെയ്തു. ശൗൽ അരമനയിലേക്ക് പോയി. ദാവീദും അവൻ്റെ ആളുകളും ദുർഗത്തിലേക്കും പോയി. ശമൂവേലിന്റെ 1-ാം പുസ്തകം 25-ാം അധ്യായം. ശമൂവേൽ മരിച്ചു. ഇസ്രായേലൊക്കെയും ഒരുമിച്ച് കൂടി അവനെക്കുറിച്ച് വിലപിച്ചു. രാമയിൽ അവൻ്റെ വീട്ടിനരികെ അവനെ അടക്കം ചെയ്തു. ദാവീദ് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ പോയി പാർച്ചു. കർമ്മേലിൽ വ്യാപാരമുള്ള ഒരു മാവോന്യൻ ഉണ്ടായിരുന്നു. അവൻ മഹാധനികനായിരുന്നു. അവന് 3000 ചെമ്മരിയാടും 1000 കോലാടും ഉണ്ടായിരുന്നു. അവന് കർമ്മേലിൽ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരം ഉണ്ടായിരുന്നു. അവന് നാബാൽ എന്നും അവൻ്റെ ഭാര്യയ്ക്ക് അബീഗയിൽ എന്നും പേർ. അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയും. അവനു നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായിരുന്നു. അവൻ കാലേബ് വംശക്കാരനായിരുന്നു. നാബാലിന് ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടെന്ന് ദാവീദ് മരുഭൂമിയിൽ കേട്ടു. ദാവീദ് 10 ബാല്യക്കാരെ അയച്ചു. അവരോട് പറഞ്ഞത്, നിങ്ങൾ കർമ്മേലിൽ നാബാലിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പേരിൽ അവന് വന്ദനം ചൊല്ലി, നന്നായിരിക്കട്ടെ, നിനക്കും നിന്റെ ഭവനത്തിനും നന്നായിരിക്കട്ടെ, നിനക്കുള്ള സകലത്തിലും നന്നായിരിക്കട്ടെ,
നിനക്ക് ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ ഇടയന്മാർ ഞങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ ഞങ്ങൾ അവരെ ഉപദ്രവിച്ചില്ല. അവർ കർമ്മേലിൽ ഇരുന്ന കാലത്തൊക്കെയും അവർക്കൊന്നും കാണാതെ പോയതുമില്ല. നിന്റെ ബാല്യക്കാരോട് ചോദിച്ചാൽ അവർ നിന്നോട് പറയും. അതുകൊണ്ട് ഈ ബാല്യക്കാരോട് ദയ തോന്നണം. നല്ല നാളിലല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. നിന്റെ കയ്യിൽ വരുന്നത് അടിയങ്ങൾക്കും നിന്റെ മകനായ ദാവീദിനും തരയണമേ എന്ന് അവനോട് പറവിൻ. ദാവീദിന്റെ ബാല്യക്കാർ ചെന്ന് നാബാലിനോട് ഈ വാക്കുകളെല്ലാം ദാവീദിന്റെ പേരിൽ അറിയിച്ച് കാത്തുനിന്നു. നാബാൽ ദാവീദിന്റെ ഭൃത്യന്മാരോട്, ദാവീദ് ആര്? ഇശായിയുടെ മകനാർ? യജമാനന്മാരെ വിട്ട് പോയിക്കളയുന്ന ദാസന്മാർ ഇക്കാലത്ത് വളരെയുണ്ട്. ഞാൻ എൻ്റെ അപ്പവും വെള്ളവും എൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്നവർക്കായി ഒരുക്കിയ മാംസവും എടുത്ത് എവിടുത്തുകാർ എന്ന് അറിയാത്തവർക്ക് കൊടുക്കുമോ എന്ന് ഉത്തരം പറഞ്ഞു. ദാവീദിന്റെ ബാല്യക്കാർ മടങ്ങിവന്ന് വിവരമൊക്കെയും അവനോട് അറിയിച്ചു. അപ്പോൾ ദാവീദ് തൻ്റെ ആളുകളോട്, എല്ലാവരും വാൾ അരയ്ക്ക് കെട്ടിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവർ എല്ലാവരും വാൾ അരയ്ക്ക് കെട്ടി. ദാവീദും വാൾ അരയ്ക്ക് കെട്ടി. ഏകദേശം 400 പേർ ദാവീദിന്റെ പിന്നാലെ പുറപ്പെട്ടു. 200 പേർ സാമാനങ്ങളുടെ അടുക്കൽ പാർത്തു. എന്നാൽ ബാല്യക്കാരിൽ ഒരുത്തൻ നാബാലിന്റെ ഭാര്യയായ അബീഗയിലിനെ കുറിച്ച് പറഞ്ഞതെന്തെന്നാൽ, ദാവീദ് നമ്മുടെ യജമാനന് വന്ദനം ചൊല്ലുവാൻ മരുഭൂമിയിൽ നിന്ന് ദൂതന്മാരെ അയച്ചു. അവനോ അവരെ ശകാരിച്ചയച്ചു. എന്നാൽ ആ പുരുഷന്മാർ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരായിരുന്നു. ഞങ്ങൾ വയലിൽ അവരുമായി സഹവാസം ചെയ്തിരുന്ന കാലത്തൊരിക്കലും അവർ ഞങ്ങളെ ഉപദ്രവിച്ചില്ല. ഞങ്ങൾക്കൊന്നും കാണാതെ പോയതുമില്ല. ഞങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ട് അവരോടുകൂടെ ആയിരുന്നപ്പോഴൊക്കെയും രാവും പകലും അവർ ഞങ്ങൾക്കൊരു മതിലായിരുന്നു. ആകയാൽ ഇപ്പോൾ ചെയ്യേണ്ടത് എന്തെന്ന് ആലോചിച്ചു നോക്കണം. നമ്മുടെ യജമാനനും അവന്റെ സകല ഭവനത്തിനും ദോഷം നിർണയിച്ചു പോയിരിക്കുന്നു. അവനോ സ്വാഭാവികയാകൊണ്ട് അവനോട് ആർക്കും ഒന്നും മിണ്ടിക്കൂടാ. ഉടനെ അബീഗയിൽ 200 അപ്പവും 2 തുരുത്തി വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 പറ മലരും 100 ഉണക്കമുന്തിരിക്കൊലയും 200 അത്തിയടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ബാല്യക്കാരോട്, നിങ്ങൾ എനിക്ക് മുമ്പായി പോകുവിൻ, ഞാനിതാ പിന്നാലെ വരുന്നു എന്ന് പറഞ്ഞു. തന്റെ ഭർത്താവായ നാബാലിനോട് അവൾ ഒന്നും അറിയിച്ചില്ല താനും. അവൾ കഴുതപ്പുറത്ത് കയറി മലയുടെ മറവിൽ കൂടി ഇറങ്ങി ചെല്ലുമ്പോൾ ഇതാ ദാവീദും അവന്റെ ആളുകളും അവളുടെ നേരെ വരുന്നു. അവൾ അവരെ എതിരേറ്റു. എന്നാൽ ദാവീദ്, മരുഭൂമിയിൽ അവനുണ്ടായിരുന്നതൊക്കെയും ഞാൻ വെറുതെയല്ലോ കാത്തത്. അവന്റെ വക ഒന്നും കാണാതെ പോയതുമില്ല. അവനോ നന്മയ്ക്ക് പകരം എനിക്ക് തിന്മ ചെയ്തു. അവനുള്ള സകലത്തിലും പുരുഷപ്രജയായ ഒന്നിനെയെങ്കിലും പുലരും വരെ ഞാൻ ജീവനോടെ വെച്ചുവെച്ചാൽ ദൈവം ദാവീദിന്റെ ശത്രുക്കൾക്ക് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറയുന്നു. അബീഗയിൽ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്ത് നിന്നിറങ്ങി ദാവീദിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൾ അവന്റെ കാൽക്കൽ വീണ് പറഞ്ഞത്, യജമാനനെ, കുറ്റം എൻ്റെ മേൽ ഇരിക്കട്ടെ. അടിയൻ ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ. അടിയന്റെ വാക്കുകളെ കേൾക്കണമേ. ദുസ്വഭാവിയായ ഈ നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുതേ. അവൻ തൻ്റെ പേർ പോലെ തന്നെ ആകുന്നു. നാബാൽ എന്നല്ലോ അവന്റെ പേർ. ഭോഷത്വമത്രേ അവന്റെ പക്കലുള്ളത്. അടിയനോ യജമാനൻ അയച്ച ബാല്യക്കാരെ കണ്ടിരുന്നില്ല. ആകയാൽ യജമാനനെ, യഹോവയാണ്, നിന്നാണ് രക്തപാതകവും സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം യഹോവ നിന്നെ തടുത്തിരിക്കുന്നു. നിന്റെ ശത്രുക്കളും യജമാനന് ദോഷം വിചാരിക്കുന്നവരും നാബാലിനെ പോലെ ആകട്ടെ. ഇപ്പോൾ യജമാനന്റെ അടുക്കൽ അടിയൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ച യജമാനന്റെ പരിചാരകന്മാരായ ബാല്യക്കാർക്ക് ഇരിക്കട്ടെ. അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ. യഹോവ യജമാനന് സ്ഥിരമായൊരു ഭവനം പണിയും. യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത്. ആയുഷ്കാലത്തൊരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല. മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുമെന്ന് എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിന്റെ ശത്രുക്കളുടെ പ്രാണങ്ങളോ അവൻ കവിണിയുടെ തടത്തിൽ നിന്ന് എന്ന പോലെ എറിഞ്ഞുകളയും. എന്നാൽ യഹോവ യജമാനന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും നിവർത്തിച്ചു തന്ന് നിന്നെ ഇസ്രയേലിനെ പ്രഭുവാക്കി വയ്ക്കുമ്പോൾ അകാരണമായ രക്തം ചുന്നുകയും യജമാനൻ താൻ തന്നെ പ്രതികാരം നടത്തുകയും ചെയ്തു പോയി എന്നുള്ള ചഞ്ചലവും മനോവ്യതയും യജമാനനുണ്ടാകിയില്ല. എന്നാൽ യഹോവ യജമാനന് നന്മ ചെയ്യുമ്പോൾ അടിയനെയും ഓർത്തുകൊള്ളണമേ. ദാവീദ് അബീഗയിലിനോട് പറഞ്ഞത്,
എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. നിന്റെ വിവേകം സ്തുത്യം. രക്തപാതകവും സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവർ. നിന്നോട് ദോഷം ചെയ്യാതെ വണ്ണം എന്നെ തടുത്തിരിക്കുന്ന ഇസ്രായേലിലെ ദൈവമായ യഹോവയാണ്. നീ ബന്ധപ്പെട്ട് എന്നെ എതിരേറ്റ് വന്നിരുന്നില്ലെങ്കിൽ നേരം പുലരുമ്പോഴേക്കും പുരുഷപ്രജയൊന്നും നാബാലിന് ശേഷിക്കുകയില്ലായിരുന്നു. പിന്നെ അവൾ കൊണ്ടുവന്നത് ദാവീദ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവളോട്, സമാധാനത്തോടെ വീട്ടിലേക്ക് പോകാം. ഇതാ, ഞാൻ നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അബീഗയിൽ നാബാലിന്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ തന്റെ വീട്ടിൽ രാജവിരുന്നു പോലെ ഒരു വിരുന്ന് കഴിക്കുന്നത് കണ്ടു. നാബാലിന്റെ ഹൃദയം ആനന്ദത്തിലായി അവന് നന്നാ ലഹരി പിടിച്ചിരുന്നു. അതുകൊണ്ട് അവൾ നേരം വെളുക്കും വരെ വിവരമൊന്നും അവനെ അറിയിച്ചില്ല. എന്നാൽ രാവിലെ നാബാലിന്റെ വീഞ്ഞ് ഇറങ്ങിയപ്പോൾ അവന്റെ ഭാര്യ അവനോട് വിവരം അറിയിച്ചപ്പോൾ അവന്റെ ഹൃദയം അവന്റെ ഉള്ളിൽ നിർജീവമായി. അവൻ കല്ലിച്ചുപോയി. 10 ദിവസം കഴിഞ്ഞ ശേഷം യഹോവ നാബാലിനെ ദണ്ഡിപ്പിച്ചു. അവൻ മരിച്ചുപോയി. നാബാൽ മരിച്ചുവെന്ന് ദാവീദ് കേട്ടപ്പോൾ എന്നെ നിന്ദിക്കായിട്ട് നാബാലിനോട് വ്യവഹരിക്കുകയും തന്റെ ദാസനെ തിന്മ ചെയ്യാതെ വണ്ണം തടുക്കുകയും ചെയ്ത യഹോവയ്ക്ക് സ്തോത്രം. നാബാലിന്റെ ദുഷ്ടതയ യഹോവ അവന്റെ തലയിൽ തന്നെ വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബീഗയിലിനെ തനിക്ക് ഭാര്യയായി പരിഗ്രഹിക്കേണ്ടതിന് അവളോട് സംസാരിപ്പാൻ ആളയച്ചു. ദാവീദിന്റെ ഭൃത്യന്മാർ കർമ്മേലിൽ അബീഗയിലിന്റെ അടുക്കൽ ചെന്ന് അവളോട്, നീ ദാവീദിന് ഭാര്യയായി തീരുവാൻ നിന്നെ കൊണ്ടു ചെല്ലേണ്ടതിന് ഞങ്ങളെ അവൻ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് നിലം വരെ തലകുനിച്ച്, ഇതാ അടിയൻ, യജമാനന്റെ ദാസന്മാരുടെ കാലുകളെ കഴുകുന്ന ദാസി എന്ന് പറഞ്ഞു. ഉടനെ അബീഗയിൽ എഴുന്നേറ്റ് തന്റെ പരിചാരികളായ 5 ബാല്യക്കാരത്തികളുമായി കഴുതപ്പുറത്തു കയറി ദാവീദിന്റെ ദൂതന്മാരോട് കൂടെ ചെന്ന് അവന് ഭാര്യയായി തീർന്നു. ഇസ്രയേലിൽ നിന്ന് ദാവീദ് അഹീനോവമിനെയും കൊണ്ടുവന്നു. അവർ ഇരുവരും അവന്റെ ഭാര്യമാരായി തീർന്നു. ശൗലോ തന്റെ മകളും ദാവീദിന്റെ ഭാര്യയുമായിരുന്ന മീഖളിനെ ഗല്ലീമിനായ ലയീഷിന്റെ മകൻ ഫൽത്തിക്ക് കൊടുത്തിരുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 26-ാം അധ്യായം. അനന്തരം സീഫ്യർ ഗിബയിൽ ശൗലിന്റെ അടുക്കൽ വന്നു. ദാവീദ് മരുഭൂമിക്ക് തെക്കുള്ള അഖീല കുന്നിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശൗൽ എഴുന്നേറ്റ് ദാവീദിനെ തിരയുവാൻ സീഫ് മരുഭൂമിയിലേക്ക് ചെന്നു. ഇസ്രയേലിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന 3000 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു. ശൗൽ മരുഭൂമിക്ക് തെക്കുള്ള ഹഗീലാക്കുന്നിൽ പെരുവഴിക്കരികെ പാളയമിറങ്ങി. ദാവീദോ മരുഭൂമിയിൽ പാർത്തു. ശൗൽ തന്നെ തേടി മരുഭൂമിയിൽ വന്നിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചു. അതുകൊണ്ട് ദാവീദ് ചാരന്മാരെ അയച്ച് ശൗൽ ഇന്നേടത്ത് വന്നിരിക്കുന്നു എന്നറിയിച്ചു. ദാവീദ് എഴുന്നേറ്റ് ശൗൽ പാളയമിറങ്ങിയിരിക്കുന്ന സ്ഥലത്ത് ചെന്നു. ശൗലും അവന്റെ സേനാപതിയായ നേരിന്റെ മകൻ അബ്നേരും കിടക്കുന്ന സ്ഥലം ദാവീദ് കണ്ടു. ശൗൽ കൈനിലയുടെ നടുവിൽ കിടന്ന് ഉറങ്ങി. പടജനം അവന്റെ ചുറ്റും പാളയമിറങ്ങിയിരുന്നു. ദാവീദ് ഹിത്യനായ അഹീമേലെക്കിനോടും സെരൂയയുടെ മകനായ യോവാമിന്റെ സഹോദരനായ അബീഷായിയോടും പാളയത്തിൽ ശൗലിന്റെ അടുക്കലേക്ക് ആർ എന്നോടുകൂടെ പോരുമെന്ന് ചോദിച്ചു. ഞാൻ നിന്നോടുകൂടെ പോരുമെന്ന് അബീഷായി പറഞ്ഞു. ഇങ്ങനെ ദാവീദും അബീഷായും രാത്രിയിൽ പടജനത്തിന്റെ അടുക്കൽ ചെന്നു. ശൗൽ കൈനിലയ്ക്കകത്ത് കിടന്നുറങ്ങുകയായിരുന്നു. അവന്റെ കുന്തം അവന്റെ തലയ്ക്കൽ നിലത്ത് തറച്ചിരുന്നു. അബ്നേരും പടജനവും അവന് ചുറ്റും കിടന്നിരുന്നു. അബീഷായി ദാവീദിനോട്, ദൈവം നിന്റെ ശത്രുവിനെ ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ അവനെ കുന്തം കൊണ്ട് നിലത്തോട് ചേർത്ത് ഒരു കുത്തായിട്ട് കുത്തട്ടെ, രണ്ടാമത് കുത്തുകയില്ല എന്ന് പറഞ്ഞു. ദാവീദ് അബീഷായിയോട്, അവനെ നശിപ്പിക്കരുത്. യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവച്ചിട്ട് ആർ ശിക്ഷ അനുഭവിക്കാതെ പോകും എന്ന് പറഞ്ഞു. യഹോവയാണ്, യഹോവ അവനെ സംഹരിക്കും. അല്ലെങ്കിൽ അവൻ മരിപ്പാനുള്ള ദിവസം വരും. അല്ലെങ്കിൽ അവൻ പടയ്ക്ക് ചെന്ന് നശിക്കും. ഞാൻ യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവെപ്പാൻ യഹോവ സംഗതി വരുത്തരുതേ. എങ്കിലും അവന്റെ തലയ്ക്കൽ ഉള്ള കുന്തവും ജലപാത്രവും എടുത്തുകൊള്ളുക, നമുക്ക് പോകാം എന്ന് ദാവീദ് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് കുന്തവും ജലപാത്രവും ശൗലിന്റെ തലയ്ക്കൽ നിന്ന് എടുത്ത് അവർ പോകുകയും ചെയ്തു. ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല, ആരും ഉണർന്നതുമില്ല. അവർ എല്ലാവരും ഉറങ്ങുകയായിരുന്നു. യഹോവയാൽ ഗാഢനിദ്ര അവരുടെ മേൽ വീണിരുന്നു. ദാവീദ് അപ്പുറം കടന്നു ചെന്ന് ദൂരത്ത് ഒരു മലമുകളിൽ നിന്നു.
അവർക്ക് മധ്യേ മതിയായ അകലമുണ്ടായിരുന്നു. ദാവീദ് ജനത്തോടും നേരിൻ്റെ മകനായ അബ്നേരിനോടും, അബ്നേരെ, നീ ഉത്തരം പറയുന്നില്ലയോ എന്ന് വിളിച്ചു പറഞ്ഞു. അതിന് അബ്നേർ, രാജസന്നിധിയിൽ കൂകുന്ന നീ ആർ എന്ന് അങ്ങോട്ട് ചോദിച്ചു. ദാവീദ് അബ്നേരിനോട് പറഞ്ഞത്, നീ ഒരു പുരുഷനല്ലയോ? ഇസ്രയേലിൽ നിനക്ക് തുല്യൻ ആരുള്ളൂ? അങ്ങനെ ഇരിക്കെ നിന്റെ യജമാനായ രാജാവിനെ നീ കാത്തുകൊള്ളാതിരുന്നതെന്ത്? നിന്റെ യജമാനായ രാജാവിനെ നശിപ്പിപ്പാൻ ജനത്തിൽ ഒരുത്തൻ അവിടെ വന്നിരുന്നില്ലയോ? നീ ചെയ്ത കാര്യം നന്നായില്ല. യഹോവയുടെ അഭിഷിക്തനായ നിങ്ങളുടെ യജമാനെ കാത്തുകൊള്ളാതിരിക്കയാൽ യഹോവയാണ് നിങ്ങൾ മരണയോഗ്യർ ആകുന്നു. രാജാവിൻ്റെ കുന്തവും അവൻ്റെ തലയ്ക്കലിരുന്ന ജലപാത്രവും എവിടെയെന്ന് നോക്കുക. അപ്പോൾ ശൗൽ ദാവീദിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. എൻ്റെ മകനെ ദാവീദേ, ഇത് നിന്റെ ശബ്ദമോ എന്ന് ചോദിച്ചതിന് ദാവീദ്, എൻ്റെ ശബ്ദം തന്നെ, യജമാനനായ രാജാവേ എന്ന് പറഞ്ഞു. യജമാനൻ ഇങ്ങനെ അടിയനെ തേടി നടക്കുന്നത് എന്തിന്? അടിയൻ എന്ത് ചെയ്തു? അടിയന്റെ പക്കൽ എന്തു ദോഷമുള്ളൂ? ആകിയ യജമാനനായ രാജാവ്, അടിയന്റെ വാക്ക് കേൾക്കണമേ. തിരുമേനിയെ അടിയന് വിരോധമായി ഉദ്യോഗിക്കുന്നത് യഹോവയാകുന്നുവെങ്കിൽ അവനൊരു വഴിപാട് ഏറ്റു പ്രസാദിക്കുമാറാകട്ടെ. മനുഷ്യരെങ്കിലോ അവർ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെടുമാറാകട്ടെ. നീ പോയി അന്യ ദൈവങ്ങളെ സേവിക്ക എന്നു പറഞ്ഞ് യഹോവയുടെ അവകാശത്തിൽ എനിക്ക് പങ്കില്ലാതാകും വണ്ണം അവർ എന്നെ ഇന്ന് പുറത്തു തള്ളുകയിരിക്കുന്നു. എൻ്റെ രക്തം യഹോവയുടെ മുമ്പിൽ നിലത്ത് വീടരുതേ. ഒരുത്തൻ പർവ്വതത്തിൽ ഒരു കാട്ടുകോഴിയെ തേടുന്നത് പോലെ ഇസ്രയേൽ രാജാവ് ഒരു ഒറ്റ ചെള്ളിനെ തിരഞ്ഞു പുറപ്പെട്ടിരിക്കുന്നത് എന്നും അവൻ പറഞ്ഞു. അതിന് ശൗൽ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. എൻ്റെ മകനെ ദാവീദെ, മടങ്ങി വരിക. എൻ്റെ ജീവൻ ഇന്ന് നിനക്ക് വിലയേറിയതായി തോന്നിയതുകൊണ്ട് ഞാൻ ഇനി നിനക്ക് ദോഷം ചെയ്യുകയില്ല. ഞാൻ ഭോഷത്വം പ്രവർത്തിച്ച് അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ഉത്തരം പറഞ്ഞത്, രാജാവേ, കുന്തമിതാ, ബാല്യക്കാരിൽ ഒരുത്തൻ വന്ന് കൊണ്ടുപോകട്ടെ. യഹോവ ഓരോരുത്തരും അവനവൻ്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം പകരം നൽകട്ടെ. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എങ്കിലും യഹോവയുടെ അഭിഷിക്തൻ്റെ മേൽ കൈവെപ്പാൻ എനിക്ക് മനസ്സായില്ല. എന്നാൽ നിന്റെ ജീവൻ ഇന്ന് എനിക്ക് വിലയേറിയതായിരുന്നതുപോലെ എൻ്റെ ജീവൻ യഹോവയ്ക്ക് വിലയേറിയതായിരിക്കട്ടെ. അവൻ എന്നെ സകല കഷ്ടതയിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ശൗൽ ദാവീദിനോട്, എൻ്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ കൃതാർത്ഥനാകും, നീ ജയം പ്രാപിക്കും എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് തൻ്റെ വഴിക്ക് പോയി, ശൗലും തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. ശമൂവേലിന്റെ 1-ാം പുസ്തകം 27-ാം അധ്യായം. അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിൻ്റെ കയ്യാൽ നശിക്കുകയുള്ളൂ. ഫിലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ശൗൽ അപ്പോൾ ഇസ്രയേൽ ദേശമൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും, ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. അങ്ങനെ ദാവീദ് പുറപ്പെട്ടു. താനും കൂടെയുള്ള 600 പേരും ഗത്ത് രാജാവായ മാവോക്കിൻ്റെ മകൻ അഖീഷിൻ്റെ അടുക്കൽ ചെന്നു. ഇസ്രയേൽക്കാരത്തിയായ അഹീനോവം, നാബാലിൻ്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ 2 ഭാര്യമാരുമായി ദാവീദ് കുടുംബസഹിതം അവൻ്റെ എല്ലാ ആളുകളും ഗത്തിൽ ആഖീഷിൻ്റെ അടുക്കൽ പാർത്തു. ദാവീദ് ഗത്തിലേക്ക് ഓടിപ്പോയി എന്ന് ശൗലിന് അറിവ് കിട്ടി. അവൻ പിന്നെ അവനെ അന്വേഷിച്ചതുമില്ല. ദാവീദ് ആഖീഷിനോട്, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നാട്ടുംപുറത്ത് ഒരു ഊരിൽ എനിക്കൊരു സ്ഥലം കൽപ്പിച്ചു തരുവിക്കണം. അവിടെ ഞാൻ പാർത്തുകൊള്ളാം. രാജനഗരിയിൽ നിന്റെ അടുക്കൽ അടിയൻ പാർക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ആഖീഷ് അന്ന് തന്നെ അവന് സിക്ലാഗ് കൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് സിക്ലാഗ് ഇന്ന് വരെയും യഹൂദ രാജാക്കന്മാർക്കുള്ളതായിരിക്കുന്നു. ദാവീദ് ഫെലിസ്ത്യ ദേശത്ത് പാർത്ത കാലം 1 ആണ്ടും 4 മാസവുമായിരുന്നു. ദാവീദും അവൻ്റെ ആളുകളും ഗശൂരിനെയും ഗസ്രിയെയും അമാലേക്കരെയും ചെന്ന് ആക്രമിച്ചു. ഇവർ ഷൂർ വരെയും മിസ്രയീം ദേശം വരെയുമുള്ള നാട്ടിലെ പൂർവ്വനിവാസികളായിരുന്നു. എന്നാൽ ദാവീദ് ആ ദേശത്തെ ആക്രമിച്ചു. പുരുഷന്മാരെയും സ്ത്രീകളെയും ജീവനോടെ വെച്ചേച്ചില്ല. ആടുമാടുകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയൊക്കെയും അപഹരിച്ചുകൊണ്ട് അവൻ ആഖീഷിൻ്റെ അടുക്കൽ മടങ്ങി വന്നു. നിങ്ങൾ ഇന്ന് എവിടെയായി പോയിരുന്നു ആക്രമിച്ചതെന്ന് ആഖീഷ് ചോദിച്ചതിന്, യഹൂദയ്ക്ക് തെക്കും യെരഹ്മേലിന് തെക്കും കേന്യർക്ക് തെക്കും എന്ന് ദാവീദ് പറഞ്ഞു. ദാവീദ് ഇങ്ങനെയൊക്കെയും ചെയ്തു. അവൻ ഫെലിസ്ത്യരുടെ ദേശത്ത് പാർത്ത കാലമൊക്കെയും അവൻ്റെ പതിവ് ഇതായിരുന്നു എന്ന് അവർ നമ്മെക്കുറിച്ച് പറയരുത് എന്ന് വെച്ച് ഗത്തിൽ വിവരം അറിയിപ്പാൻ തക്കവണ്ണം
ദാവീദ് പുരുഷനാകട്ടെ സ്ത്രീയെ ആകട്ടെ ജീവനോട് വെച്ചേച്ചില്ല. ദാവീദ് സ്വജനമായ ഇസ്രയേലിന് തന്നെത്താൻ നാറ്റിച്ചതുകൊണ്ട് അവൻ എന്നും എൻ്റെ ദാസനായിരിക്കും എന്ന് പറഞ്ഞ് ആഖീഷ് അവനിൽ വിശ്വാസം വെച്ചു.